പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തില് അഗസ്തീനോസിന്റെ മാനസാന്തരത്തിനു വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് കണ്ണീരിന്റെ ആ മകനെ രക്ഷയിലേക്ക് ആനയിച്ച ആ വലിയ പ്രാർത്ഥനയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും അവരെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വലിയ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ കുരിശിലെ ബലിയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിച്ചു തന്ന ആ സത്യരക്ഷ കൈവരിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകത്തക്ക വിധം സ്വർഗത്തിന്റെ വലിയ ശക്തി, കുരിശുമരണ ശക്തി അവരിൽ പ്രകടമാക്കണമേ. പ്രാർത്ഥിക്കുന്നവരായ എല്ലാ മക്കളെയും കർത്താവെ, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കണ്ണുനീരും നൊമ്പരങ്ങളും വേദനകളും ഏറെയാണല്ലോ കർത്താവെ. അതെല്ലാം അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് കൃപ ചൊരിഞ്ഞ് കരുണ വർഷിച്ച് ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് യഥാർത്ഥമായ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ആനയിക്കണമേ. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യൗസേ പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, നിങ്ങളെല്ലാ സാന്നിധ്യവും സഹായവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മള് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി, സ്വർഗത്തിന്റെ ഇടപെടലിനു വേണ്ടി, സ്വർഗത്തിന്റെ സഹായത്തിനു വേണ്ടി അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും നമ്മുടെ കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ തലമുറയുടെ ഒക്കെ കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടിയൊക്കെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ ആയിരിക്കുന്നത്. ഇന്നേ ദിനത്തില് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി മുറിവേറ്റ മക്കളുടെ മുറിവുണക്കപ്പെടാനും അതിലൂടെ കടന്നു വന്ന രോഗങ്ങളും ചില വൈകല്യങ്ങളും ചില വൈകൃതങ്ങളും ചില സ്വഭാവങ്ങളും നമ്മുടെ മക്കളെ വിട്ടുമാറി പോകാനും വേണ്ടി നമ്മൾ ഇന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളൊക്കെ തന്നെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് മുറിവേറ്റ മക്കൾ. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാ. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തില് പാപത്തിന്റെ ശക്തി, പിന്നീട് അങ്ങോട്ട് പല പല മുറിവുകള്, അതോടെ മാനസിക ക്ഷതങ്ങള്, അത് സ്വഭാവത്തെ എല്ലാം സ്വാധീനിക്കുന്ന കാര്യങ്ങളുണ്ട്. ചില മക്കളൊക്കെ ജനിക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കാത്ത ഒരവസ്ഥയിലുള്ള ജനനം, അപ്രതീക്ഷിതമായ ജനനം. ചില മക്കളെങ്കിലും നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ഉദരത്തിൽ വച്ച് തന്നെ ഗർഭചിത്രത്തിലൂടെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോകാതെ അല്ലെങ്കിൽ മരിക്കാതെ ജനിച്ച കൊച്ച്, ചിലപ്പോഴെങ്കിലും അപ്പനും അമ്മയ്ക്ക് ഇഷ്ടമില്ല, വേണ്ടാത്ത കൊച്ച്, അൺഎക്സ്പെക്റ്റഡ് കൊച്ച്, അങ്ങനെയൊക്കെ ഉണ്ടായ മക്കൾക്ക് ആ മക്കൾ അറിയാതെ തന്നെ മുറിവേൽക്കും. ഒരു കുഞ്ഞുണ്ടല്ലോ, അതുപോലെ ആഗ്രഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരുന്ന് ജനിക്കുമ്പോ ആ കുഞ്ഞിന് പ്രത്യേകമായ ഒരു അഭിഷേകവും ഒരു ശക്തിയും ഒരു പ്രത്യാശയും ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും ഉണ്ടാകും. കാരണം ഒരപ്പന്റെയും അമ്മയുടെയും ആഗ്രഹത്തിന്റെയും കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കണം, ഉരുവാകണം. അത് ഉദരാവസ്ഥയിൽ അതുപോലെ വലിയ ആഗ്രഹത്തോടെ ആ കുഞ്ഞിനെ കാത്തു പരിപാലിച്ച് സംരക്ഷിച്ച് ആ കുഞ്ഞ് ജനിക്കാൻ ഇടയായാൽ ആ കുഞ്ഞിന് തന്നെ ഒരാത്മവിശ്വാസമുണ്ട്.
എന്നാൽ ഇന്ന് നമ്മുടെ പല മക്കളും ജനിക്കുന്നത് ആഗ്രഹിച്ചിട്ടോ കാത്തിരുന്നിട്ടോ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. ഇന്ന് പല പല കാര്യങ്ങള് നമ്മൾ പല പല വ്യഗ്രതയിലാണ്. അതിനിടയിൽ ഒരു കൊച്ചുണ്ടായി, ഒരു ആക്സിഡന്റിലായിട്ടുന്ന പോലെ ഒരു കൊച്ചുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ഒരു പ്രത്യേകമായൊരു തേജസ്സും ഒരു പ്രത്യാശയും ഒരു ചങ്കുറപ്പും ഒരു ആത്മവിശ്വാസവും, ഞാൻ വേണ്ടപ്പെട്ടവനാണ്, ഞാൻ വേണ്ടപ്പെട്ടവളാണ് എന്നുള്ള ചിന്ത, ഒരു ബോധ്യം ഉള്ളിൽ നിന്ന് പല മക്കൾക്കുമില്ല. അത് ഭയങ്കരമായൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ ജനനത്തെ കുറിച്ച് ചിന്തിക്കുക. പിന്നെ ചില സമയത്ത് ഉദരാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പീഡനം, കുടുംബത്തിന് സമാധാനം ഇല്ല, ഒച്ചപ്പാട്, ബഹളം, ചില രോഗാവസ്ഥകള്, അസ്വസ്ഥതകള്, പിന്നെ വേണ്ടാത്ത കൊച്ചായിരുന്നു, അങ്ങനെ ചിന്തകളൊക്കെ വളരെ നെഗറ്റീവായിട്ട് ഈ മക്കളെ സ്വാധീനിക്കുകയും ആ മക്കളെ അത് മുറിവേൽപ്പിക്കും. ഇതെല്ലാം തന്നെ അവരുടെ സ്വഭാവത്തെയും ഇടപെടലുകളെയും സംസാരത്തെയും ചിന്താഗതികളെയും അവരുടെ പഠനത്തെയും അവരുടെ മുന്നോട്ടുള്ള യാത്രയെയും വ്യക്തിബന്ധങ്ങളെയും എല്ലാം സ്വാധീനിക്കും. അതോടൊപ്പം തന്നെ ചെടികാസക്തിയിലോ മദ്യപാനാസക്തിയിലോ ജനിച്ച കൊച്ചാണെങ്കിൽ ആ കുഞ്ഞിലേക്ക് ആ ആസക്തി അതിനാൽ തന്നെ കടന്നു വരും. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ ഉദരത്തിൽ തന്നെ ഉരുവായപ്പോൾ തന്നെ മുറിവേറ്റ മക്കളുടെ അവസ്ഥ, ആ മക്കൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില വൈകാരികമായ വൈകല്യങ്ങളും അടിമത്തങ്ങളും ബന്ധനങ്ങളും ആസക്തികളും ചില സ്വഭാവത്തിന്റെ പ്രത്യേകതകളും കൊണ്ട് ആ മക്കൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അടിമപ്പെടുത്തും. ഞാൻ കൊച്ചു ജനിച്ചു, അതിനുശേഷമൊക്കെ ഓർമ്മ വയ്ക്കുന്ന കാലം വരെ, അതിനുശേഷമൊക്കെ ഈ കുഞ്ഞിന് കിട്ടുന്ന ഓരോ സ്വീകരണങ്ങളും തിരസ്കരണങ്ങളും മുറിവുകളും കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ഒത്തിരി കാര്യങ്ങൾ ഈ കുഞ്ഞിനെ ഒത്തിരി സ്വാധീനിക്കും. പിന്നീട് അങ്ങോട്ട് വളർച്ചയില് കുടുംബത്തിൽ നിന്ന് നിൽക്കുന്ന മുറിവുകൾ, ചില കാരണവന്മാര് മക്കളോട് നേരിട്ട് പറയും, വേണ്ടാത്ത കൊച്ചായിരുന്നു, തരംതിരിവ് 2 or 3 ഉള്ളൂ. ആ മക്കളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് അവരെ ആ സ്നേഹത്തിൽ വളർത്തണതിന് പകരം ചിലപ്പോഴൊക്കെ തരംതിരിവ് കാണിക്കും, താഴ്ത്തിക്കെട്ടും, നിന്നെ ഒന്നിനും കൊള്ളില്ല, ഗതി പിടിക്കത്തില്ല, നീ ഗുണം പിടിക്കത്തില്ല, അങ്ങനെയൊക്കെ ശപിച്ച് പറയുന്ന അപ്പന്മാര് പ്രത്യേകിച്ചും, ചിലപ്പോഴൊക്കെ അമ്മമാരും ഇടയ്ക്കൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മുടെ മക്കളെ ഒത്തിരിയേറെ മുറിവേൽപ്പിക്കും. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി പറയാം, ഈ മകൻ നല്ല പയ്യൻ, നന്നായിട്ട് പഠിക്കും, സെമിനാരി പോകാൻ വേണ്ടി അതുപോലെ ആഗ്രഹിച്ചിരുന്ന പയ്യന്, അവൻ അതിനുവേണ്ടി പള്ളി പോവും, പക്ഷെ പഠിക്കാൻ ഇത്തിരി മോശം. ഇവന്റെ അപ്പൻ എപ്പോഴും പറയും, ഒന്നിനും കൊള്ളാത്ത മരക്കഴുത, ഗുണം പിടിക്കത്തില്ല. അമ്മ പറയും, ആ സെമിനാരി പോകാനുള്ള കൊച്ചാ, നിങ്ങൾ വേണ്ടാത്ത പറയില്ലേ, അത് നല്ല പ്രാർത്ഥനയുണ്ട്, നല്ല സ്വഭാവമാണ്, എന്തിനാ പറയണേ, പിന്നെ അവൻ 10ാം ക്ലാസ്സിൽ ജയിച്ചിട്ട് വേണ്ടേ പോവാൻ. അങ്ങനെ ഇവനെ പരിഹസിക്കും, താഴ്ത്തിക്കെട്ടും, എല്ലാവരും മുമ്പിൽ വെച്ച് പറയും. അങ്ങനെ പയ്യൻ SSLC പാസ്സായി കട്ടി. പിന്നീട് അങ്ങോട്ട് അവൻ സെമിനാരി പോകാൻ പറ്റിയില്ല, അവന് ഒരു കണക്കിന് എന്തൊക്കെയോ ചെയ്തു, പിന്നെ അവന് ആകപ്പാട് തകർന്നു. അല്ലെങ്കിൽ അപ്പന്റെ അവസ്ഥ കൊണ്ട് ഒരു കോൺഫിഡൻസ് ഇല്ല. പിന്നീട് അവൻ എന്താ പറയാ, രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി ഇന്ന് ഒരുമാതിരി പുറമേയൊക്കെ നല്ല പയ്യനാണ്, എല്ലാവർക്കും നല്ലവനാ, പക്ഷെ വീട്ടില് അപ്പനോട് ഭയങ്കര ദേഷ്യം, കുടുംബത്തോട് സ്നേഹമില്ല, വീട്ടിൽ കയറത്തില്ല, പള്ളി പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. എന്താ പറ്റിയേ, ആ അപ്പന്റെ കൈകാര്യം ചെയ്യല് അതിശക്തമായി പെശകിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരെ അതിനനുസരിച്ച് പ്രോത്സാഹിപ്പിച്ച് സഹായിച്ച് ശക്തിപ്പെടുത്തി അവരെ താങ്ങിക്കൊടുത്ത് ഉയർത്തി നിർത്തേണ്ട അപ്പൻ അമ്മ ആ മക്കളെ താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല, കഴിവില്ല, ഇരിക്കാതെ കണ്ടാ പോരെ, വെറുതെ ഇരിക്കണു. ചില കാരണവന്മാരുണ്ട്, മക്കള് എങ്ങനെ ഇരുന്നാലും കുറ്റമുണ്ട്. എന്തിനും കഷ്ടപ്പെട്ട് പണത് ഒന്ന് വെറുതെ ഇരിക്കുമ്പോ ഇരിക്കണ്ടില്ലേ, ഒരു പണിയില്ല. അപ്പൊ അങ്ങനെ എന്ത് ഇങ്ങോട്ട് ഇരിക്കണേ, നിനക്കത് എവിടെ ഇരിക്കണേ, നിന്നിട്ട് ചിരിക്കണേ, നിന്നിട്ട് അങ്ങനെ എല്ലാത്തിനും കുറ്റം. ചെറുപ്പം മുതല് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ നമ്മുടെ മക്കളെ ഒത്തിരി മുറിവേൽപ്പിക്കും. അനേക മക്കള് പങ്കുവച്ച കാര്യങ്ങളാ. അനേക അമ്മമാര് പറഞ്ഞു, ഭർത്താവ് നോക്കത്തില്ല, മദ്യപാനി, കുടുംബ പ്രാർത്ഥനയില്ല, വന്ന ഒച്ചപ്പാട് ബഹളം. ചില കാരണവന്മാര് ഇങ്ങനെയൊക്കെ ഭയങ്കര ശല്യമായിക്കുമ്പോ മക്കൾക്ക് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ചില മക്കൾ പറയാ, അപ്പൻ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, വന്നു ഞാൻ പിന്നെ ഒച്ചപ്പാട് ബഹളം, പണിയിറങ്ങി പോണം, പറമ്പിൽ പോയി കിടക്കണം,
അത് വേറെ വശം. ചില വീടാണെങ്കിൽ അപ്പം വന്നാ പിന്നെ മക്കളൊക്കെ മുറിയില്ല, ഒച്ചപ്പാട്, ബഹളം, ഒരൈക്യമില്ല, സ്നേഹമില്ല. അങ്ങനെ ചെറുപ്പത്തിലും ഉത്തരാവസ്ഥയിലും വളർച്ചയുടെ നാളുകളിലും ഒക്കെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒത്തിരി ഒത്തിരി മുറിവേറ്റ മക്കൾ. അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോ പുറമെ നല്ല കൂട്ടുകെട്ട്, നല്ല സ്നേഹിക്കുന്നവര്, ചേർത്ത് പിടിക്കുന്നവര്, എന്ത് കൊടുക്കാൻ മനസ്സുള്ളവര്, അവരെ കാണുമ്പോ ഈ മക്കള് പ്രേമിച്ചു പോവും. അത് പതുക്കെ കൂട്ടുകെട്ടിലേക്ക്, മദ്യത്തിലേക്ക്, ലഹരിയിലേക്ക്, ജടിക പാപത്തിലേക്ക് പോകും. കാരണവന്മാരോട് യാതൊരു സ്നേഹമില്ല, ഭയങ്കര ദേഷ്യം, ഭയങ്കര വെറുപ്പ്, ഭയങ്കര ഒച്ചപ്പാട്. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ മക്കൾ കൃപയിൽ വളരണമെങ്കിൽ മാതാപിതാക്കള് അതുപോലെ മക്കളെ വിലമതിച്ച്, ആഗ്രഹിച്ച്, കാത്തിരുന്ന്, പ്രാർത്ഥിച്ച്, ജന്മം കൊടുത്ത് അവരെ അതുപോലെ ഒരു പളുങ്ക് പാത്രം പോലെയാ ഒരു കുഞ്ഞ് ഉരുവാകുന്ന. ആ കുഞ്ഞിനെ ആ വിശുദ്ധിയിലും, ആ കൃപയിലും, ആ സ്നേഹത്തിലും, ആ ചൈതന്യത്തിലും, ആ സൗഖ്യത്തിലും, ആത്മീയമായും ശാരീരികമായും മാനസികമായും വളർത്താന്നുള്ളത് ഒരപ്പന്റെയും അമ്മയുടെയും ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒരു കുഞ്ഞ് ആദ്യം കാണുന്ന സ്ത്രീ പുരുഷ ബന്ധം സ്വന്തം അപ്പന്റെയും അമ്മയുടെയും ബന്ധമാണ്. അവരുടെ തമ്മിലുള്ള സ്നേഹം, ഐക്യം, പങ്കുവെക്കല്, ഒരുമിച്ചുള്ള പ്രാർത്ഥന, അത് കണ്ട വളരുന്ന, കണ്ണ് തുറക്കണ സമയം മുതൽ ഈ മക്കള് എപ്പോഴും കണ്ടു വളരുന്നത് ഈ അപ്പനും അമ്മയും എന്നുള്ള മാതൃക പുരുഷനും സ്ത്രീയുമാ ബന്ധമാ. അതിന് ഈ മക്കളെ ഒത്തിരി സ്വാധീനിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ മക്കൾ മുറിവ് അവരെ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഭർത്താവിനെ മദ്യപാനം, ഭാര്യയോടുള്ള പെരുമാറ്റം, കുടുംബത്തോടുള്ള പെരുമാറ്റം, മക്കളുടെ പെരുമാറ്റം. ഇന്ന് കുറെ അപ്പന്മാരുണ്ട്, പുറത്തിറങ്ങിയാ പിന്നെ അവര് ഭയങ്കര ആക്റ്റീവ്, ചിരി, കളി, സന്തോഷം, ഭയങ്കര സംസാരം, ബാക്കിയുള്ള സഹോദരന്മാരുടെ മക്കളോട്, അയൽപക്കത്തുള്ള മക്കളോട്, ബാക്കിയുള്ളവരോടൊക്കെ വീട്ടിൽ വന്നാ പിന്നെ മിണ്ടാട്ടമില്ല. മക്കളോട് വിശേഷം ചോദിക്കോ, മക്കളെ ചേർത്ത് പിടിക്കോ, മക്കളെ സ്നേഹിക്കോ, ഒന്നുമില്ല. ബാക്കിയുള്ളവരോട് ഭയങ്കര സ്നേഹം. ഇത് കാണുമ്പോ ഈ മക്കൾക്ക് ഈ അപ്പനോട് അമ്മയോട് എങ്ങനെ സ്നേഹം ഉണ്ടാവും? അനേക മക്കള് അച്ഛനോട് പങ്കുവെച്ച കാര്യം അച്ഛനീ പറയണേ. അതുകൊണ്ട് മക്കളെ തന്നെ കുറ്റപ്പെടുത്താതെ, ഇന്ന് ഒത്തിരി അമ്മമാരും പറഞ്ഞു ഈ ദിവസങ്ങളൊക്കെ, എന്റെ അച്ഛ, എന്റെ ഭർത്താവ് അങ്ങേര് ഒരുത്തം കാരനാ എന്റെ മോനിങ്ങനെയായേ, എന്റെ മോളിങ്ങനെയായേ. ചോദിക്കുന്നുണ്ട്, മക്കൾ ചോദിക്ക, അമ്മ എന്തിനാ ഇതുപോലെ നിന്ന് ഈ മനുഷ്യന്റെ കൂടെ? ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ ഒത്തിരി ആഴത്തിൽ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ മേഖലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മുറിവേറ്റ മക്കളെ ഈശോയ്ക്കല്ലാതെ, ഈശോയുടെ തിരുമുറിവുകൾക്കല്ലാതെ, ഈശോയുടെ പരിശുദ്ധ രക്തത്തിനല്ലാതെ, ഈശോയുടെ സ്നേഹത്തിനല്ലാതെ മുറിവുണക്കി സൗഖ്യപ്പെടുത്തി സ്നേഹം നിറച്ച് അവരെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്ക് വന്ന വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. നമ്മുടെ കുടുംബത്തിൽ വന്ന വീഴ്ചകൾ ഓർത്ത് നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളിൽ മക്കൾ അതുപോലെ സ്വീകരിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വിലമതിക്കപ്പെടുന്ന മക്കളായിട്ട് ജനിക്കണം. അവർ വളരണം, അവരെ വളർത്തണം. അങ്ങനെ ഈശോയില് വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കള് ഇന്ന് പോയ പോലെ പല മക്കളും പോകത്തൊന്നുമില്ല. ഇന്ന് കുടുംബത്തോട് സ്നേഹമില്ല, മാതാപിതാക്കളോട് സ്നേഹമില്ല, സഹോദരങ്ങളോട് സ്നേഹമില്ല, കുടുംബത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. ശത്രുക്കളെ പോലെ നമ്മുടെ മക്കൾ പലരും ആകാനും വഴിപിഴച്ചു പോകാനും കൂട്ടുകൂടി, ചെറുപ്പത്തിലെ തന്നെ കണ്ണിൽ കണ്ട ചില പ്രേമ ബന്ധങ്ങളിൽ കുടുങ്ങി അന്യമതസ്ഥരുടെയും ഒത്തിരി തല്ലിപ്പൊളി കൂട്ടുകെട്ടി ചെന്നപ്പെട്ട് നശിക്കാനുമുള്ള ഒറ്റ കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്കേറ്റ മുറിവും ദുർമാതൃകയും സ്നേഹക്കുറവും അംഗീകാരക്കുറവും എല്ലാമാണ് എന്ന സത്യം നമ്മൾ അംഗീകരിച്ച് എന്റെ പിഴ, എന്റെ പിഴ, എന്റെ കുടുംബത്തിന്റെ പിഴ എന്ന് പറഞ്ഞ് തമ്പുരാന് മുമ്പില് മാപ്പ് ചോദിച്ച് കടങ്ങളുടെ പൊറുതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്കേറ്റ മുറിവുകളെ സുഖപ്പെടുത്തിക്കൊണ്ട്, കർത്താവേ ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ എന്ന് നിലവിളിച്ച് ഇന്നേ ദിവസം നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇങ്ങനെ മുറിവേറ്റ് തകർന്നു പോയ മക്കള്, ഇന്ന് ആഗ്രഹമുണ്ട് ആ മക്കൾക്ക്, പറ്റണില്ല. ആ മുറിവ് കിടക്കാല്ലേ, അതിന് അധിപത്യം അടിമത്തം കിടക്കാല്ലേ, അതിൽ വേദനിക്കുന്ന, ഉഴലുന്ന, നിരാശയുടെ പടുകുഴി കിടക്കുന്ന
അനേകം മക്കളുണ്ട്. ആ മക്കളുടെ കണ്ണീരൊപ്പാനും, ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ആ മക്കളെ സുഖപ്പെടുത്താനും ഈ ക്രൂശിതനായ കർത്താവിനെ പറ്റൂ. കർത്താവിന് മുമ്പില് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയില് ഈ മുറിവേറ്റ മക്കൾക്കായി ഇന്ന് ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങ് ഞങ്ങളുടെ മുറിവേറ്റ വൈദ്യനാണ്. ഞങ്ങളുടെ മുറിവുണക്കാൻ വേണ്ടി അങ്ങേൽക്കാത്ത മുറിവുകളില്ല. ശിരസ് മുതൽ പാദം വരെ മുറിവേറ്റുകൊണ്ട് ഉത്ഭവം മുതൽ മരണം വരെ ഒരു മനുഷ്യനേൽക്കാവുന്ന എന്തുമാത്രം മുറിവുകളുണ്ടോ ആ മുറിവുകളെല്ലാം ഏറ്റുകൊണ്ടാണല്ലോ അങ്ങ് മുറിവേറ്റ വൈദ്യനായി ദിവ്യകാരുണ്യമായി മാറിയത്. ഈശോയെ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഏറ്റ എല്ലാ മുറിവുകളും ഉണക്കുവാൻ വേണ്ടി അങ്ങ് സന്നദ്ധനാണെന്ന് അങ്ങ് ഞങ്ങളോട് എപ്പോഴും പറയുന്നുണ്ട്. നീ മുറിവേറ്റവനാണോ? നീ രോഗിയാണോ? നീ തകർന്നവനാണോ? നിന്നെ സുഖപ്പെടുത്താൻ, നിന്നെ മുറിവുണക്കാൻ മുറിവേറ്റ വൈദ്യനായി ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ അവസ്ഥയിലും, ഓരോ രോഗത്തിലും, വേദനയിലും, മുറിവിലും അങ്ങയുടെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിലൂടെ സൗഖ്യവും സമാധാനവും വിടുതൽ നൽകുന്ന ആ വലിയ കരുണയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക്, ഈ സൗഖ്യത്തിലേക്ക്, അങ്ങേ തിരുമുറിവുകളിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിവുണക്കി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ. നന്ദി പറയുന്നു യേശുവേ. നന്ദി, നന്ദി, നന്ദി. സ്തുതി, സ്തുതി, സ്തുതി. ആരാധന, ആരാധന യേശുവേ. ഒന്നു ചേർന്നു ദാസർ പാടം ആരാധന, മുറിവുണക്കും യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ മക്കളേറ്റ മുറിവുകൾക്ക് വേണ്ടി സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസ്ഥാനത്തിലേക്ക് ഇന്ന് കടന്നു വരുമ്പോ ആ മുറിവിന് കാരണമായ ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, ഉത്തരഫലം അങ്ങയുടെ ദാനമാണ്. മക്കൾ അങ്ങയുടെ സമ്മാനമാണ്. അത് മനസ്സിലാക്കാതെ, വേണ്ട രീതിയിൽ മക്കൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ, മക്കളെ സ്വീകരിക്കാതെ, മക്കളെ സ്നേഹിക്കാതെ യേശുവെ അശുദ്ധമായ അവസ്ഥയിൽ കൈകാര്യം ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഉത്ഭവ സമയം മുതൽ ഉദരാവസ്ഥയിൽ ഞങ്ങളുടെ മക്കളുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ആ മക്കൾക്ക് ഞങ്ങളിലൂടെ ഉണ്ടായ മുറിവുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, വേണ്ടാത്ത ജന്മം പോലെ സ്വീകരിക്കപ്പെടാതെ പോയ ഞങ്ങളുടെ മക്കള് ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത ജന്മമായി പോയി എന്നൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് ഞങ്ങളെ മക്കളെ ഉദരാവസ്ഥയിലും ജനിച്ചതിന് ശേഷവും സ്വീകരിക്കാതിരുന്നതിനൊക്കെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുകയും അതിലൂടെ മുറിവേറ്റ എല്ലാ മക്കളെയും ഈശോയെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്കായി, സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ മക്കളോടും കരുണയായിരിക്കണമേ. നീ വന്നു ശാന്തിയേകോ, നീ വന്നു സൗഖ്യമേകോ, നീ വന്നു മുറിവുണക്കൂ, സ്നേഹത്താൽ നിറച്ചിടു നീ. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ മുറിവുണക്കി അവർക്കന്ന് ലഭിക്കാതെ പോയ സ്നേഹം അങ്ങേക്കല്ലാതെ ഇന്ന് ആർക്കും ആ മക്കൾക്ക് നിറച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. ഈശോ, ആ സ്നേഹം അങ്ങ് നിറച്ചു കൊടുക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവേ, വളർച്ചയുടെ കാലഘട്ടത്തില് ആ മക്കളെ സ്വീകരിക്കാതെ, സ്നേഹിക്കാതെ, അംഗീകരിക്കാതെ ആ മക്കളെ താഴ്ത്തിക്കെട്ടി പരിഹസിച്ച് ഒത്തിരിയേറെ ശപിച്ച് നീ ഗുണം പിടിക്കത്തില്ല, നീ വളരത്തില്ല, എന്തിനാ പഠിച്ചിട്ട് കാര്യം, അങ്ങനെ നിരുത്സാഹപ്പെടുത്തി
ഞങ്ങളുടെ മക്കളെയൊക്കെ ഒത്തിരി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തില് സംഭവിച്ചു പോയ ഈ വക പ്രവൃത്തികളെ ഓർത്ത്, ഉപേക്ഷകളെ ഓർത്ത്, സംസാരത്തെ ഓർത്ത്, താഴ്ത്തിക്കെട്ടലിനെ ഓർത്ത് ഈശോയെ ഞങ്ങളങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. അപ്പന്റെ ഒത്തിരിയേറെ മദ്യപാനവും അപ്പന്റെ കഠിനമായ ശിക്ഷകളും അപ്പന്റെയും അമ്മയുടെയും ശാപവാക്കുകളും, വേണ്ടാത്ത ജന്മമായിരുന്നു നീ, എന്തൊരു കൊള്ളാൻ നിന്നെ, അല്ലേലും നീ വേണ്ടാത്ത കൊച്ച, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മക്കളെ മുറിവേൽപ്പിച്ചു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ മുറിവേളേറ്റ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ലോകമെമ്പാടും ഇങ്ങനെ മുറിവേറ്റ അനേക മക്കളുണ്ട്. ആ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അങ്ങയുടെ വലിയ കരുണയാൽ, അങ്ങയുടെ മുറിവിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ ശക്തിയാൽ ഈ മക്കളുടെ ഓരോരുത്തരുടെയും, ഞങ്ങളുടെ മക്കളുടെയും മുറിവുണക്കി അവരെ സൗഖ്യപ്പെടുത്തി അതിലൂടെ കടന്നു വന്ന അടിമത്തങ്ങള്, ദുശീലങ്ങള്, വൈകാരിക വിക്ഷോഭങ്ങള്, ആസക്തികള്, കർത്താവേ, കോപം, വെറുപ്പ്, വാശി, ഇതെല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ ശാരീരികമായും മാനസികമായും ആത്മീയമായും സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ സൗഖ്യത്തിനായി ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്റെ മനസ്സിൻ മുറിവുകൾ നീക്കാൻ നീ വരണേ, കാൽവരിനാഥ കണ്ണീർ മായ്ക്കണമേ. ഈശോയേ, എൻ സ്നേഹമേ, ഈശോയേ, സൗഖ്യം നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് സൗഖ്യം നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് സ്നേഹം നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ മുറിവുകളും അങ്ങ് ഉണക്കണമേ. മദ്യപാനിയായ ജീവിത പങ്കാളി, എപ്പോഴും മക്കളെ ശപിക്കുന്ന, പ്രാകുന്ന, ദുർമാതൃക നൽകുന്ന അപ്പൻ, അമ്മ, എന്റെ യേശുവേ, ഇതെല്ലാം അങ്ങ് അറിയുന്നല്ലോ. അങ്ങയുടെ ദാനമാണ് മക്കള്, അങ്ങയുടെ മക്കളാണ് ഞങ്ങളുടെ ഈ മക്കള്. ഞങ്ങൾ ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുന്നു. അവരേറ്റ മുറിവുകള് ഉത്ഭവ സമയം മുതൽ ഇന്നുവരെ ഞങ്ങളുടെ മക്കൾക്ക് കുടുംബത്തിൽ നിന്ന്, കർത്താവേ, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരനിൽ നിന്ന് ഉണ്ടായ മുറിവുകള്, തിരസ്കരണങ്ങള്, ഒറ്റപ്പെടുത്തലുകള്, നിരുത്സാഹങ്ങള്, സ്വീകാര്യതയില്ലാത്ത അവസ്ഥകള്, വെറുക്കപ്പെട്ട അവസ്ഥകള്, ശാപവാക്കുകള്, എല്ലാത്തിലൂടെയും ഏറ്റ മുറിവുകള് ഈശോയെ അങ്ങ് സുഖപ്പെടുത്തണം. അങ്ങ് ആ മക്കളെ ആശ്വസിപ്പിക്കണം. അങ്ങ് ആ മക്കളെ ചേർത്ത് പിടിക്കണം. ഇതിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കൾ ഇത് പല സ്വഭാവത്തിന് അടിമപ്പെട്ടു പോയി. ഭയങ്കര ദേഷ്യം, സ്നേഹമില്ല, വെറുപ്പ്, വഴിപിഴച്ചു പോയി, കൂട്ടുകെട്ടിലേക്ക് പോയി, ലഹരിയിലേക്ക് പോയി, ഒത്തിരി ജടിക പാപത്തിലേക്ക് പോയി, മ്ലേച്ഛതയിലേക്ക് പോയി, ഒത്തിരിയേറെ കറങ്ങാൻ പോയി. വീടുമായിട്ട് ബന്ധമില്ല, വീട്ടുകാരുടെ സ്നേഹമില്ല. ഈശോയെ, ഇത് ഞങ്ങളുടെ മക്കളൊക്കെ പലപ്പോഴും ഇതുപോലെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിയ കാരണം കുടുംബത്തിൽ നിന്ന്, ഞങ്ങളിൽ നിന്നേറ്റ മുറിവുകളാണ്. ഈശോയെ, മാപ്പ് ചോദിച്ച് അങ്ങയുടെ ശക്തമായ ഇടപെടലിനും സൗഖ്യത്തിനും വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. മുറിവേറ്റു പീഡയും ഹൃദയത്തിൽ ശാന്തി പകരാനൻ നാഥ വരണേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എല്ലാ മക്കളെയും അങ്ങ് സുഖപ്പെടുത്തണം. അങ്ങയുടെ മുറിവേറ്റ കരം ഞങ്ങളുടെ മക്കളുടെ ശിരസിൽ ഇപ്പോൾ അങ്ങ് വയ്ക്കണം. അങ്ങയുടെ മുറിവേറ്റ തിരു ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും അങ്ങ് ചേർത്ത് പിടിക്കണം. അങ്ങയുടെ ആ സ്നേഹത്തിന്റെ നിറവ് ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിറയണം. ഞങ്ങളുടെ മക്കളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഏറ്റ മുറിവുകളെ സ്വയെ അങ്ങുണക്കണം. അപ്പന്റെ അടി, അപ്പന്റെ തിരസ്കരണം, അപ്പൻ പടിവിറക്കി വിട്ടത്, അപ്പൻ ഒന്ന് കൊടുക്കാതിരുന്നത്, ഞങ്ങളുടെ ദുർമാതൃക, സ്നേഹമില്ലാത്ത ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്ന് മക്കൾക്ക് ലഭിച്ച ദുർമാതൃക, സ്നേഹരാഹിത്യം, ഇതെല്ലാം ഈശോയെ അങ്ങ് ഉണക്കണം, അങ്ങ് എടുത്തു മാറ്റണം. പുതിയ അഭിഷേകത്തില്, പുതിയ സൗഖ്യത്തില്, പുതിയ വിടുതലില്, പുതിയ സ്നേഹത്തില് ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുറിവേറ്റ് നമ്മുടെ മക്കളെയൊക്കെ
ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. വ്യക്തിപരമായിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ അറിയാലോ, മക്കളുടെ അവസ്ഥ അറിയാലോ. ആ മക്കളെ എടുത്തു കൊണ്ടുവന്ന് കർത്താവിന്റെ കയ്യിലേൽപ്പിച്ചിട്ട് ആ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച് ആണിപ്പാടേറ്റ ആ കരങ്ങൾ കൊണ്ട് ആ മുറിവേറ്റ തിരുവിലാവിലേക്ക് ചേർത്ത് പിടിച്ച് സ്വയം മുറിവുണക്കി ആ സ്നേഹം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിശബ്ദമായിട്ട് വ്യക്തിപരമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കും. മക്കളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ ആശീർവാദ സമയത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ ഓരോരുത്തരെയും എടുത്തുയർത്തി, കർത്താവേ എൻ്റെ ഈ കുഞ്ഞിന്റെ മുറിവുണക്കി സൗഖ്യം നൽകി അവനെ സ്നേഹം കൊണ്ട് നിറച്ച് പുതിയൊരു അഭിഷേകത്താലും സൗഖ്യത്താലും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.